തയ്യാറാക്കാൻ പോകുന്നത് കോൺ മസാലയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോണാണ്, ചോളം. ഇതിനകത്ത് വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാം നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ ചോളം. ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് ക്യാൻസറിൽ നിന്നെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വൈറ്റമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചോളം. ഈ ചോളം കൊണ്ടുള്ളൊരു മസാലയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ മോളുകളിലും അതുപോലെ മേളയ്ക്കെല്ലാം ചെല്ലുമ്പോൾ കോൺ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ അതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കും, ശരിയാവാറില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചോളമാണ്. ഈ ചോളത്തിന് നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുക്കണം. അപ്പം ഞാനിതിൻ്റെ സ്കിന്നെല്ലാം പൊളിച്ചു മാറ്റി ഇതിപ്പോൾ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുക്കണം. ഇത് ഈസി ആയിട്ട് അടർത്തിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. നമ്മളിതെല്ലാം മുഴുവനായിട്ട് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് സ്വീറ്റ് കോൺ ആണ്. ഇതിന് ഇത്തിരി സ്വീറ്റ് ഉള്ളതാണ് നല്ലത്. അതുകൊണ്ടാണ് ഒരു നുള്ളു ഉപ്പും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒരു വിസിൽ കേൾപ്പിച്ച് ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തു നിന്നാണ് നമ്മൾ കോൺ മസാല തയ്യാറാക്കാൻ പോകുന്നത്. 2 തരത്തിലാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഞാൻ ആദ്യം കാണിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ചാറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചാറ്റ് മസാലയും കൂടെ ഇട്ടു. ഇതിൻ്റെ ചാറ്റ് മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ബേക്കേഴ്സിൻ്റെ ചാറ്റ് മസാല. അതും ഒരു അര ടീസ്പൂൺ ഇട്ടു. ഇനി ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ചാറ്റ് മസാല റിലയൻസിലും മോറിലും എല്ലാം കിട്ടും കേട്ടോ. 58 രൂപ 60 രൂപയൊക്കെ വിലയുള്ളൂ. നിങ്ങളെല്ലാവരും അതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയാലാണ് ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ബട്ടർ വേണമെങ്കിൽ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് വേണമെങ്കിൽ വയ്ക്കാം. അല്ല ചൂടുള്ളതാണെങ്കിൽ പിന്നെ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചൂടോടെ എടുത്ത കാരണം ഞാനിപ്പോൾ മൈക്രോവേവിൽ വെക്കണില്ല. വെക്കുകയാണെങ്കിൽ 30 സെക്കൻഡ് വെച്ചിട്ട് അതിന് ശേഷം ഒരു ഇത്തിരി നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് വെച്ച് ചൂടാക്കുമ്പോൾ കയ്പ്പായെങ്കിലോ എന്ന് ഓർത്താണ്. ചാറ്റ് മസാല ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഈ ചാറ്റ് മസാലയ്ക്ക് ഒരു സോർ ടേസ്റ്റ് ഉണ്ട്. ചാറ്റ് മസാല ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇത്രയും കൂടെ കൂടുതൽ നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. സ്വീറ്റ് കോൺ മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്വീറ്റ് കോൺ ചില്ലി മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുത്തതായിട്ട് ഞാൻ ചാറ്റ് മസാല ചേർക്കാത്ത ഒരു രീതിയിലാണ് ചെയ്യാൻ പോണേ. അതിനായിട്ട് ഒരു ഇത്തിരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ചാറ്റ് മസാല ചേർത്തിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ചാറ്റ് മസാല ചേർക്കാത്തത് കൊണ്ട് നാരങ്ങാനീര് അതിൻ്റെ ആയത്തേക്കായും കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സ്വീറ്റ് കോൺ ചില്ലി മസാല റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 2 റെസിപ്പീസാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.